പുസ്തകമല്ലോ ജീവിതം. ആസ്വദിച്ചിടണം ഓരോ വരിയും ആനന്ദ സന്ദേശരസമധുരം. ആസ്വദിച്ചിടണം ഓരോ വരിയും ആനന്ദ സന്ദേശരസമധുരം. ഇന്നോ നാളെയോ വിളക്കുകെടും, ഇന്നോ നാളെയോ വിളക്കുകെടും, പിന്നെയോ ശൂന്യമാം അന്ധകാരം. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. മധുര കാവ്യമിതു മറക്കുന്നു, ഇതിൽ മണ്ടന്മാർ കണക്കുകൾ കുറിക്കുന്നു. കൂട്ടുന്നു പിന്നെ കിഴിക്കുന്നു, ഒടുവിൽ കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. ഇതിൽ കണക്കെഴുതാ ഏടുകളെവിടെ, ഏടുകളെവിടെ. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. നൈസ് വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശരത് സർ, കൂട്ടോ കിഴിക്കുന്നൊക്കെ. ഞാൻ പറയട്ടെ പാറു. ആ സർ. ശിവനന്ദ സാർ. നല്ല മനോഹരമായിട്ടുള്ള പാട്ട് നന്നായിട്ട് പാടി. എനിക്ക് ആകെ തോന്നിയ ആ ഒരു ആകാരമില്ലേ, അതിൽ കുറച്ചും കൂടെ ഒരു ഫ്ലോ ആവും. ഒരു കുന്നിൽ തട്ടിയ പുഴ പോലെ അവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. അത് മാത്രം നമുക്കൊന്ന് പാടിയാലോ? ഓക്കെ സാർ. ആ മാത്രം ഒന്ന് പാടി തന്നാൽ മതി. ബാക്കിയൊക്കെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് നല്ല അക്ഷരസ്ഫുടത ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട കാര്യം. ഞാനത് മനസ്സിൽ ഓങ്ങി വെച്ചിരുന്ന പറയണം. അക്ഷരസ്ഫുടത അണ്ണൻ ഓങ്ങിയത് ഞാൻ കണ്ടെണ്ണ. താങ്ക് യു സാർ. മണ്ടന്മാർന്നൊക്കെ ഇങ്ങനെ അതൊന്നുമല്ല. അത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് കണക്കുകൾ കുറിക്കുന്നു, കൂട്ടുന്നു, പിന്നെയും കിഴിക്കുന്നു, ഒടുവിൽ കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് പാർവതി നോക്കി എന്തിനാ? അല്ല, അത് അറിയാതെ നോക്കിയിട്ടേ ഇല്ല, ഇങ്ങനെയായിരുന്നു ശരത്തേട്ട. അതായത് തുടക്കം തൊട്ട് അവസാനം വരെ ഉഗ്രനായിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പാറു കണ്ടുപിടിച്ച സാധനം എന്താ? മണ്ടന്മാർ എന്നൊക്കെ പാടിയപ്പോ എന്തായിരുന്നു ഇത് എന്നൊക്കെ. അപ്പൊ അവക്ക് വേണ്ടത് അവള് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. എന്തോരം കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. വെരി ഗുഡ്. നല്ല അർത്ഥവത്തായിട്ടുള്ള പാട്ടാണ് കേട്ടോ. അതിന് നമ്മൾ കുറേ കൂടെ ആഴത്തിൽ അത് നോക്കുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. ഇത് മാത്രം ഒന്ന് പാടിത്തരൂ, ഒന്ന് നന്നായിട്ട് കേൾക്കാനാ. ആ നൈസ് പോർഷൻ. അവിടെ ഒരു പിടുത്തം വരരുതടാ. ദീനാവരുത്. അതങ്ങനെ നമ്മൾ അഡ്രസ്സ് തേടി പോകരുത് അതിൻ്റെ ഇടയ്ക്ക്. അത് ക്ലീനായിട്ട് അങ്ങ് പോവുക. അതങ്ങ് ശരിയാവും. നമ്മൾ പാടി 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 അങ്ങനെയിരിക്കും. ആ വഴി അങ്ങ് തെളിഞ്ഞു വരും. നല്ല പാട്ടുകാരിയാണ്. നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പാറുവിനെ പറ്റി അത് പാടിയത് കൊണ്ട് എനിക്ക് കുറേ ഇഷ്ടമായി. ഐ ലവ് യു. കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു എന്ന് പറഞ്ഞ പാറുവിനെ നോക്കിയതിൽ വളരെ അർത്ഥവത്തായിട്ടൊരു സമയത്താണ് നോക്കിയത്. താങ്ക് യു. ശിവനന്ദ സാർ. 1 അക്ഷരസ്ഫുടത. താങ്ക് യു സാർ. 2 ബ്യൂട്ടിഫുൾ വോയിസ്, നല്ല ക്ലാരിറ്റി, തെറിച്ച് നിൽക്കുകയാണ് വോയിസ്. താങ്ക് യു സാർ. ഈ സെലക്ഷൻ ഓഫ് ദ സോങ് മനോഹരമായിട്ടുള്ള പാട്ട്. കാരണം ഭാസ്കരൻ മാസ്റ്ററെ പോലെ ഒരു ലെജൻഡ്, അദ്ദേഹത്തിന് മാത്രമേ ഇത്ര ലളിതമായിട്ട് എഴുതിയിട്ട് ഇത്ര അർത്ഥവത്തായിട്ട് നമുക്ക് എക്സ്പ്രസീവായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഏക ലിറിക് റൈറ്റർ ഈസ് ഭാസ്കരൻ മാസ്റ്റർ. അതായത് പലരും എഴുതും കാവ്യാത്മകമാവും,
ഇതിനകത്ത് കാവ്യം ഉണ്ടെങ്കിലും കാവ്യ പുസ്തകമല്ലോ ജീവിതമെന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാം എല്ലാവർക്കും ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്ര സിംപ്ലിസിറ്റി ആയിട്ടുള്ളൊരു ലിറിക് റൈറ്റർ, അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ ആൻഡ് ദ സോങ് ആൾസോ, ആ സെലക്ഷൻ നന്നായിരുന്നു. പിന്നെ ഈ അകാരം ഇത്തിരി പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ കൊളുത്തി വെച്ചു, മതിമറക്കാൻ, ആ സ്ഥലത്തൊക്കെ ശ്രുതി, ഏടുകൾ ഇവിടെ, അതിൻ്റെ ഒരു സംഗതി ഉണ്ടല്ലോ ആ സ്ഥലം, അതൊന്ന് പഠിക്കേ. ആ ഏ ആൾമോസ്റ്റ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. ഷാനിക്ക. ഉഗ്രനായിട്ട് പാടി ശിവനന്ദ. താങ്ക് യു സർ. ശിവനന്ദയുടെ ഇംപ്രൂവ്മെന്റ് ഒരു രക്ഷയില്ല. ബ്യൂട്ടിഫുൾ ശിവനന്ദ. ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ അപാരമായിട്ടുള്ള ബ്രെത്ത് കൺട്രോൾ വേണ്ട ഒരു പാട്ടാണ് ഇത്. കുറേ ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ടൊന്ന് കട്ടായി പോയിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. പിന്നെ ലിറിക്സ് എനിക്ക് ഒരു രക്ഷയില്ല. അത് എന്താ പറയുക, ആ കാലത്തും ഈ കാലത്തും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് വേർഡ്സ് അല്ലേ. അപ്പോഴത്തെ ലൈഫാണെങ്കിലും ശരി, ഇവരൊക്കെ എങ്ങനെ ഇതൊക്കെ മുന്നിൽ കാണുന്നു എന്നുള്ളതാണ്. അപ്പം അത് ഒരു ഭയങ്കര ജീനിയസ്, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ശിവനന്ദ നന്നായിട്ട് തന്നെ പാടി താങ്ക് യു സർ. കേട്ടോ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക്ക. ചേച്ചി ശിവനന്ദ, ശിവനന്ദ നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ആദ്യം തന്നെ അത് പറയട്ടെ. പിന്നെ മനോഹരമായ ജീവിതത്തെ കുറിച്ചുള്ള ഒരു പാട്ട്, ഫാന്റാസ്റ്റിക് സെലക്ഷൻ. താങ്ക് യു മാം. കാരണം ഈ പാട്ട് ഇപ്പൊ വീണ്ടും ഒരു റെയർ സെലക്ഷൻ എന്ന് പറയാം. പാട്ട് നിരവധി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും റിയാലിറ്റി ഷോസിൽ ഈ പാട്ടുകളൊന്നും അധികം പാടി കേട്ടിട്ടില്ല. മനോഹരമായി മോള് പാടി. എനിക്ക് ആ അകാരത്തിന്റെ ആ സ്ഥലത്ത് മാത്രമാണ് ഒരു വെപ്രാളം തോന്നിയത്. അല്ലാതെ ബ്യൂട്ടിഫുൾ വോയിസ്, എല്ലായിടത്തും മനോഹരമായിരുന്നു കേൾക്കാൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. നല്ല കമന്റ്സ് അല്ലേ. MG സാർ 9.5. താങ്ക് യു സർ. ശരത് നന്നായിട്ട് പാടി. ഭാസ്കരൻ മാഷിന്റെ വേറെ ഏതെങ്കിലും പാട്ട് അറിയാമോ? എത്രയോ പാട്ടുണ്ട്. അരങ്ങിൽ മാത്രം ഈ സംഗീതം, അണിയറയ്ക്കുള്ളിൽ വിലാപനാദം, വിരൂപരൂപം വിഷാദവദനം, അഴിഞ്ഞ ചമയം ഇരുണ്ട വദനം പ്രകാശനാ. ഒരു പാട്ടാ. എന്റെ ചേട്ടന്റെ ഒരു ലളിതഗാനം ഓർമ്മയുണ്ടോ? അതാ എനിക്കറിയാം. മയങ്ങിപ്പോയി. അപ്പൊ ഉഗ്രം. മയങ്ങിപ്പോയി ഞാൻ, മയങ്ങിപ്പോയി, മധുമാസ ചന്ദ്രൻ വന്ന് മടങ്ങിപ്പോയി, മയങ്ങിപ്പോയി ഞാൻ, മയങ്ങിപ്പോയി, മധുമാസ ചന്ദ്രൻ വന്ന് മടങ്ങിപ്പോയി, മയങ്ങിപ്പോയി ഞാൻ, മയങ്ങിപ്പോയി. ശരിക്കും മയങ്ങിപ്പോയി സാർ. ഓ, ചേച്ചി എന്താ പറയാമെന്ന്? ഞാൻ MG സാർ ഇപ്പം മയങ്ങിപ്പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഭാസ്കരൻ മാഷ് ഇതുപോലെ തന്നെ ചന്ദ്രനെ ഉപമിച്ചുകൊണ്ട് ഒരുപാട് പാട്ടുകൾ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലൊരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. അങ്ങനെ എത്രയോ പാട്ടുകൾ. മാർക്ക് അയ്യോ മറന്നുപോയി. അതാ നമ്മൾ പാട്ടൊക്കെ പാടി. 9.4. ശിവനന്ദ സർ. ഒട്ടും കുറയ്ക്കുന്നില്ല, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 18.9. ഇംപ്രൂവ്മെന്റ് മച്ചാത്തിയാണ്. ഓ, എന്താല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.